സപ്പോർട്ട് ചെയ്ത് പറയുന്നതും നെഗറ്റീവായിട്ട് പറയുന്നതും. പക്ഷേ രേണു ഇന്നിപ്പോൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. പല രീതിയിലും പല ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റനിങ് ആണ് രേണു ആൻസർ ചെയ്യേണ്ടി വരുന്നത്. ഇതൊക്കെയും ഒരുപക്ഷെ അനൂപിലേക്ക് എത്തുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഇല്ല. എന്തുകൊണ്ട്? കാര്യം സുധിച്ചേട്ടൻ പോയതിനു ശേഷം നമ്മളവരെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് അവർ ഇപ്പോൾ ഇതിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളല്ലല്ലോ അതിന്റെ റെസ്പോൺസിബിൾ. കാര്യം അവരുടെ കാര്യങ്ങൾ അവർ എങ്ങനെ ചെയ്തു. ഇപ്പോൾ സൈബർ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അപ്പം അഡ്വാൻസ്ഡ് രേണുവിന്റെ ചിലതൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് പേഴ്സണലി പുള്ളിക്കാരത്തി എനിക്ക് നന്നായിട്ട് അറിയാം. രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തി രേഷ്മ പി തങ്കച്ചിലേക്ക് തിരിച്ചു പോകാനുള്ള ദൂരം വിദൂരമല്ല. കാരണം ഉടനെ തന്നെ തിരിച്ച് ആ പേരിലേക്കും ആ ഒരു രീതിയിലേക്കും തിരിച്ചെത്തേണ്ട പോലെയാണ് രേണുവിന്റെ ഈ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പോക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അതായത് ഓൺലൈൻ ക്യാമറകളൊന്നും രേണുവിന്റെ മുന്നിലേക്ക് വരുന്നില്ല. രേണുവിന് ഇട്ടു കൊടുക്കാനായിട്ട് ഒരു ബൈറ്റും കിട്ടുന്നില്ല. രേണു ഒട്ടാണെങ്കിൽ ആരോടും ഒരു കാര്യങ്ങൾ പറയുന്നുമില്ല. എന്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെന്നുണ്ടെങ്കിൽ സബീന ബീബിയുടെ ചാനലിൽ ഇൻസ്റ്റാഗ്രാം എക്സ്ക്ലൂസീവിനകത്ത് വന്ന ഒരു ചാറ്റിന് ശേഷമാണ് രേണു ഇതുപോലെ ഡിമ്മായി നിൽക്കുന്നത്. അതിനെപ്പറ്റി ഒരു കാര്യങ്ങളും മിണ്ടാതെ നിൽക്കുന്ന ഒരു സമയം. രേണുവിന് ഓൾറെഡി കൊല്ലം സുധി എന്ന് പറഞ്ഞൊരു വ്യക്തി മരിച്ചിട്ടുള്ള ഡേറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഓർമ്മയില്ല എന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് രേണു തന്നെ വാഗൊണ്ട് തുറന്ന് 23 22 24 എന്ന് ചോദിച്ചത് എല്ലാവരും കേട്ട് കാണും കണ്ടു കാണുമല്ലോ. അതേ രേണു തന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് കാണിക്കുന്ന ഒരു പ്രൊമോഷൻ, അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സുധിച്ചേട്ട. എനിക്ക് മനസ്സിലാവുന്നില്ല. വെഡിങ് ആനിവേഴ്സറി ഓർമ്മയുണ്ടെങ്കിൽ എന്തിനാണ് അഡ്വാൻസ്ഡ് ഇടുന്നത്? ചോദിച്ചുകൂടെ നമുക്ക്? അപ്പൊ കാണിക്കുന്ന എന്താണ്? പ്രഹസനമാണ്. അതായത് രേണുവിന്റെ കോണ്ടന്റ് എന്താണെന്നുള്ളത് സുധി, മക്കൾ, സുധിലയം, രേണുവിന്റെ കുറെ കയ്യിലിരിക്കുന്ന പരിപാടി. ഇതല്ലാതെ രേണുവിന് മറ്റൊരു കാര്യമില്ല. ഈവൻ ബിഗ് ബോസ് വന്നപ്പോഴും നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് രേണുവിനെ കൊണ്ട് വേറെ ഒരു കോണ്ടന്റുകളും ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളൊരു കാര്യം. ഇതേ അവസ്ഥയിൽ നിൽക്കെ ഒരു പഴയ ഇന്റർവ്യൂ, അതായത് അനൂപ് ഈ ഫ്ലവേഴ്സിൽ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അനൂപിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിനകത്ത് ഈ സുധി എന്തായിരുന്നു, സുധി എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് വരാനുള്ള കാരണം, അതിനുശേഷം രേണുവിനൊരു ജോലി വരെ അവർ കൊടുത്തു. ഒന്നിൽ കൂടുതൽ ജോലി ഓഫർ ചെയ്യുന്നു. അതെല്ലാം തട്ടി മാറ്റി രേണു എങ്ങോട്ടാണ് പോയത്, എന്താണ് ചെയ്തത്, ആ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കിന് രേണു ചെയ്ത കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിരുന്നോ? എനിക്കത് വളരെ ഡൗട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഈ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടുവരാം. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അപ്പം അഡ്വാൻസ്ഡ് സുചേട്ട. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അപ്പം അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അയ്യോ, മരിച്ചുപോയ ഭർത്താവിനോട് സ്നേഹമുള്ളതൊക്കെ നല്ല കാര്യമാണ്. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അത് വെച്ചിട്ട് വീണ്ടും നെഗറ്റീവ് കമന്റുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി പരിപാടികൾ കാണിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അന്നൊരിടുന്നതായിരിക്കും ഇച്ചിരി കൂടെ ഉതകുന്ന ഒരു കാര്യം. കാരണം രേണുവിനെ സംബന്ധിച്ച് രേണു കാണിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും ഒരു കൃത്യതയില്ലാന്നും കള്ളത്തരങ്ങൾ നിറഞ്ഞുകൊണ്ടും റീച്ചിന് വേണ്ടി കാണിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേന് ആ ഒരു സെൻസിൽ എടുക്കാനായിട്ട് കഴിയും. ഞാൻ അതിന്റെ താഴെ വന്നൊരു കമന്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കാണിച്ചുതരാം. ഒരു റീച്ചും കിട്ടുന്നില്ല, അടുത്ത പ്രോഗ്രാം ആയിട്ട് വന്നേക്കുന്നു. രേഷ്മ പി തങ്കച്ചൻ സ്വന്തം ഭർത്താവ് മരിച്ച ഏത് വർഷമാണെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ല. അപ്പോഴാ വെഡിങ് ആനിവേഴ്സറിയുടെ തീയതിയായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നെങ്ങാണ്ട് ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്ക് ആരോ പറഞ്ഞുള്ളൊരു അറിവ് വെച്ചിട്ടായിരിക്കും ഇന്നൊരു അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മുന്നിലേക്ക് വന്നത് കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നില്ല രേണു എന്താണ് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നുള്ളൊരു കാര്യം. അനൂപ് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ വെക്കാം. അതിന് മുമ്പ് 2 ക്ലിപ്പുണ്ട്. ആ 2 ക്ലിപ്പ് നിങ്ങൾ കണ്ടുവന്നാലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഇച്ചുവും രേണുവും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. അവര് ഉടക്കിലാണ് കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ്? ഒരു ഉടക്കമില്ല. പിന്നെ ഒരു സാധാരണ അമ്മയും മക്കളും ആണെങ്കിൽ സൗന്ദര്യ പണക്കെങ്കിലും ഉണ്ടാവും ഇല്ലയോ? നിങ്ങളൊക്കെ നമ്മൾക്ക് എന്റെ അമ്മയോട് ഞാൻ ഇടയ്ക്കൊക്കെ പിണങ്ങിയിരിക്കും. ഞങ്ങൾ തമ്മിൽ സൗന്ദര്യപ്പണക്കം പോലും ഇല്ല. പിന്നെ ഇവിടെ പണക്കം വളരെ നല്ലൊരു കാര്യം. അതുകൊണ്ടായിരിക്കും മകനും അമ്മയും തമ്മിൽ ഇപ്പൊ വലിയൊരു ബന്ധത്തിലില്ലാതെ പല രീതിയിൽ തെന്നി മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത്. അതൊന്നും നമുക്ക് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങളായിട്ട് എടുത്ത് പുറത്തോട്ട് ഇട്ടതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള പല യൂട്യൂബേഴ്സും അതൊരു ചർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. അല്ലാതെ അമ്മയും മോനും തമ്മിൽ വല്ല സൗന്ദര്യപ്പണക്കം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ആത്മബന്ധത്തിലാണ് പോകുന്നത്. നിങ്ങൾക്കിടയിൽ മാത്രം ഒതുക്കി നിർത്തുന്നതാണ് നല്ലൊരു കാര്യം. ഇനി കൂടെയുള്ള ഒരു കോ കണ്ടസ്റ്റന്റിന്റെ രേണുവിനെ കുറിച്ചുള്ള അറിവ് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. രേണുവിന്റെ ചിലതൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് പേഴ്സണലി പുള്ളിക്കാരത്തി എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവരെ ഒരുപാട് സൈബർ അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നി. അതിനൊന്നും ആവശ്യമില്ല, അത്ര ആവശ്യമില്ല. പാവവും ഭയങ്കര എല്ലാവരോടും ഒരുപോലെ മിങ്കിൾ ചെയ്ത് സ്നേഹത്തോടെ നിൽക്കുന്ന ആരായി പറയുന്നത്? കൂടെ നിന്നവരോട് പോലും ഒരു തുള്ളി സ്നേഹം കാണിക്കാതെ കണ്ണില് കണ്ണീരോ അല്ലെങ്കിൽ കണ്ണീരുണ്ടായിരുന്നു കേട്ടോ, കണ്ണില് കണ്ണീച്ചോരോ ഇല്ലാത്ത രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്ന ബിഗ് ബോസിനകത്ത് നിന്നൊരു വ്യക്തിയാണ്
അപ്പൊ സ്നേഹത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചൊക്കെ വന്ന് വാദോരാതെ പ്രസംഗിച്ച് രേണുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നത്. അത് ഞാൻ ആലോചിച്ച് നോക്കട്ടെ, നമ്മൾ പല വ്യക്തികളും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഒരു മര്യാദയുള്ള ഒരു വ്യക്തി വന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നില്ല കേട്ടോ. എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള ആൾക്കാരാണ് വന്ന് രേണു കാണിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്നും രേണു ക്ലിയർ ആണെന്നും രേണുവിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് സൈബർ അറ്റാക്ക് നടത്തുന്നതൊക്കെ പറയുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇനി പറയാൻ വരുന്നൊരു ആലോചിക്കണം. രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തി സൈബർ അറ്റാക്കിന് വേണ്ടി നിന്ന് തരികയാണ്, പല കാര്യങ്ങളും ഇട്ട് തരികയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് വരെ രേണു സുധി കട്ട് ചെയ്തെടുത്തിട്ട് സ്വന്തം ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്വന്തം പോസ്റ്റ് ആയിട്ട് ഇട്ട് അതിന്റെ താഴത്തുള്ള ക്യാപ്ഷൻ എന്നെ ട്രോളാനായിട്ട് മറ്റാരുടെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം. അപ്പൊ അതുപോലെ ട്രോളുകൾ ഏറ്റുവാങ്ങാനും ആ ട്രോളിലൂടെ ജീവിക്കാനും ആ ട്രോളിലൂടെ പൈസ ഉണ്ടാക്കാനും അതിലൂടെ ഒരു റീച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രേണു ഇതല്ല ഇതിനപ്പുറം കാണിക്കും. അപ്പൊ അവൾ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള വീഡിയോസ് ഇതുപോലുള്ള കമന്റുകളുമാണ്. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് അവളെ ട്രോളുന്നത്, നിങ്ങൾ എന്തിനാണ് സൈബർ അറ്റാക്ക് ചെയ്യുന്നത്, നിങ്ങൾക്കും ഇല്ലേ അമ്മയും പെങ്ങന്മാരും, നിങ്ങൾക്ക് അരി മേടിച്ചുകൂടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് നമ്മളുടെ ഇടയിലേക്ക് വരുന്നത്? നിങ്ങളെ ആരും നമ്മൾ തൊടത്തില്ല. കാരണം എന്താ, നിങ്ങൾക്ക് ഒരു പട്ടിക്കുഞ്ഞിന് പോലും ആവശ്യമില്ല, നിങ്ങൾ ആർക്കും വേണ്ട. നിങ്ങളെ എടുത്തൊരു തമ്പലയിൽ വെച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് 4, 3, 7 പേര് വരുന്നെങ്കിൽ അതിൽ 3 പേര് പടം കണ്ടുപോലും വരുന്നതായിരിക്കും, നമ്മളെ പേര് കണ്ടു വരുന്നതായിരിക്കും, ബാക്കിയുള്ളവരെ അത് കട്ട് ചെയ്ത് പോത്തേ ഉള്ളതായിരിക്കും. അതുകൊണ്ട് അത്രയും പറയണ്ട. ഇനി നമുക്ക് അനൂപ് പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. അത് അത്യാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രേണു സുധി എങ്ങനെയാണ് ഇവിടം വരെ ട്രാവൽ ചെയ്ത് എത്തിയെന്നുള്ളൊരു കാര്യം. ആ ട്രാവൽ ചെയ്യേണ്ട സാഹചര്യം ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് എപ്പോഴായിരിക്കും. കാരണം സൂചിച്ചേട്ടൻ്റെ അച്ഛനൊക്കെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. സൂചിച്ചേട്ടൻ തന്നെ എപ്പിസോഡ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് കുറച്ചും കൂടി വലിയ സ്ഥിതിയിലൊക്കെ എത്തേണ്ട ഒരാളായിരുന്നു. അതിലെനിക്കിപ്പോഴും സങ്കടമുണ്ട്. പക്ഷേ നമ്മളത് പലപ്പോഴും സൂചിച്ചേട്ടൻ കോവിഡിൻ്റെ ടൈമിലൊക്കെ മുമ്പ് ഒരു സ്ഥലമൊക്കെ വാങ്ങിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഷൂട്ടൊക്കെ മാറിയപ്പോൾ സൂചിച്ചേട്ടൻ പല ഷോസ് മിസ്സായപ്പോൾ അതൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്. ആ സ്ഥലത്തിന് കൊടുത്ത അഡ്വാൻസ് എല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ദൈവം അത് ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അടിമലിൻ്റെ അടുത്ത് പറയും, കോഴിക്കോട് നിന്ന് തിരിച്ചു വന്ന ഒരു സമയമുണ്ട് ട്രാവൽ ചെയ്ത് ഷോ കഴിഞ്ഞിട്ട്. ആ സമയത്ത് എപ്പോഴും സൂചിച്ചേട്ടൻ പറയാറുണ്ട് എനിക്കൊരു വീട് നിങ്ങളെല്ലാം കൂടെ വെച്ചതാന്ന് പറയും. അപ്പോൾ നമ്മളൊക്കെ പറയുമ്പോൾ ഷോ റെഡിയാക്കാം. ആ ഷോ സൂചിച്ചേട്ടന് ആ സമയത്താണ് ഞങ്ങൾ കൊല്ലം സുധി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, കൊസു എന്നൊക്കെ പറഞ്ഞ ചാനലൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ പോലും എന്നെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഏണിങ്ങിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അത് വർക്കൗട്ട് ആയില്ല ആ സമയത്ത്. അപ്പോൾ സൂചിച്ചേട്ടൻ പോയതിനു ശേഷം അതിൻ്റെ ഒരു ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വീട് കിട്ടി. ഇപ്പോൾ കിച്ചുവിൻ്റെ പഠനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. രേണു ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത് കാണുമ്പോഴൊക്കെ സന്തോഷമുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഒരു വീട് കിട്ടാനും റീച്ച് കിട്ടാനും അതിലൂടെ കുടുംബം രക്ഷപ്പെടാനും അദ്ദേഹത്തിന്റെ മരണം വേണ്ടി വന്നു അല്ലേ? ബാക്കി കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ട് സൂചിച്ചേട്ടൻ ഇങ്ങനെ ഒരു സ്റ്റേജിൽ പോയിപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ സൂചിച്ചേട്ടൻ വീട്ടിൽ പോയിട്ടില്ലായിരുന്നു. കാരണം മരിച്ച സമയത്താണ് ഞാൻ അവിടെ പോകുന്നത്. അതിന് മുമ്പ് പോകാൻ പറ്റിയിട്ടില്ല. കാര്യം സൂചിച്ചേട്ടൻ ആദ്യം കൊല്ലത്തായിരുന്നു പറയും, ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കോട്ടയത്തായിരുന്നു പറയും. സൂചിച്ചേട്ടൻ എപ്പോഴും നമുക്ക് അങ്ങനെ അധികം ആൾക്കാരെ വീട്ടിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഈ സമയത്ത് ഇപ്പോഴും പോകാത്ത ആഴ്ചകൾ ഉണ്ട്. അപ്പോൾ ആ ചെന്ന സമയത്താണ് ഞാൻ ഷോക്കായി പോയത്. എന്താണ് സൂചിച്ചേട്ടൻ ഇങ്ങനെയാണോ എന്നൊക്കെ ആയിപ്പോയത്. അങ്ങനെയാണ്. കാരണം സൂചിച്ചേട്ടൻ അതിനുള്ള ഏണിങ്സ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സൂചിച്ചേട്ടൻ അങ്ങനെ ആയിപ്പോയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണ് ആ സ്റ്റേജിൽ വന്നപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിച്ചു മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ എത്ര പേരുടെ ചെലവായിരുന്നു കൊല്ലം സുധി ഈ കോട്ടയത്ത് വന്ന് താമസിച്ചതിന് ശേഷം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം. ഏകദേശം 7-8 പേരായിരുന്നു ആ ഒരു കുടുംബത്തിലുണ്ടായിരുന്നത്. അവരുടെ എല്ലാ ചെലവുകളും അവർക്ക് വീട്ടിൽ നിന്നും ആഹാരം കഴിക്കാതെ പുറത്തുനിന്ന് മേടിക്കുന്ന ചെലവുൾപ്പെടെ ആ ഒരു വ്യക്തിയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞൊരു കാര്യം. ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ചിലപ്പം കൊല്ലം സുധിയുടെ ഡെഡ് ബോഡി കൊല്ലത്തായിരുന്നു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരിക്കലും ഈ രീതിയിൽ സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടാവത്തില്ല. കാരണം അവരുടെ വീടും പരിസരവും കാര്യങ്ങളും അതുപോലൊന്നും അല്ലായിരുന്നു. ഇവിടെ നിന്നും എങ്ങനെയാണ് പുള്ളി കോട്ടയത്തേക്ക് പോയി ഈ ഒരു അവസ്ഥയിലേക്ക് ആയി, 1 രൂപയ്ക്ക് പരഗതി ഇല്ല നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി, ഇത്രയും ഒരു സ്റ്റേജ് ഷോകൾ നടത്തിയിട്ട് വീണ്ടും പല ആൾക്കാരെ നിന്ന് കടം മേടിച്ച് ജീവിച്ച് ആ കടം മേടിച്ച ആൾക്കാർ വരെ ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കാനും വീഡിയോസ് ഇടാനും തുടങ്ങി വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യനെ ഇല്ലാതായ്മ ആക്കിയതിന്റെ പല കാര്യങ്ങളും അതിനകത്തുണ്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ശ്രുതിയുടെ ഫാമിലീസ് എല്ലാം കുറച്ചുകൂടി നന്നായി ജീവിക്കുന്നു, അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. ഈ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങളും അത് കണ്ടു, രേണുവിനെയും കണ്ടു. ഞങ്ങളും നമുക്ക് എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്കൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ അതൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ. അത് കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അന്ന് രേണുവായിട്ട് ഞാൻ ഇന്റർവ്യൂ എടുത്തിരുന്നു. ഇതൊക്കെ രേണുവിന്റെ ഭാഗത്തുനിന്നുള്ള ഇതെല്ലാം രേണു ഒന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ രേണു ജീവിക്കാൻ വേണ്ടിയിട്ട് അവൾ ഓരോന്നും ചെയ്ത് കഴിഞ്ഞപ്പോൾ സൈബർ ബുള്ളിങ് വളരെയധികം രേണു ആ ഒരു അറ്റാക്കിങ് വളരെയധികമാണ് രേണു ഫേസ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ ഈയിടെ ഒരു ഷോയിൽ വന്നിരുന്നു. അന്ന് രേണു ഒരു ഹോട്ട് സീറ്റിലേക്കായിരുന്നു രേണു വന്നത്. പക്ഷെ എന്നാലും അത് കഴിഞ്ഞിട്ട് ആ ഇന്റർവ്യൂ പോയതും ആൾക്കാർ അതിനെ അഗേൻസ്റ്റ് പറയുന്നതും ആൾക്കാരുടെ പ്ലസ് ആയിട്ട് പറയുന്നതും സപ്പോർട്ട് ചെയ്ത് പറയുന്നതും
നെഗറ്റീവായിട്ട് പറയുന്നതും. പക്ഷേ രേണു ഇന്നിപ്പോൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. പല രീതിയിലും പല ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റനിങ് ആണ് രേണു ആൻസർ ചെയ്യേണ്ടി വരുന്നത്. ഇതൊക്കെയും ഒരുപക്ഷെ അനൂപിലേക്ക് എത്തുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഇല്ല. എന്തുകൊണ്ട് അനൂപിലേക്ക് എത്തുന്നില്ലേ? ഇല്ല. അയ്യോ ചേച്ചി പെട്ട്. എന്തിനാണ് അങ്ങനെ ചോദിച്ചത്? ശരിയാ, ഞാനും അല്ലെങ്കിൽ അതെന്തിനാണ് അനൂപിലേക്ക് എത്തുന്നത്? രേണു ഒരു വീഡിയോ അഭിനയിക്കുന്നു, രേണു ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എന്തിനാണ് അനൂപിന്റെ അടുത്തേക്ക് എത്തുന്നത്? അനൂപ് രേണുവിന്റെ ആരാ? എനിക്കറിയത്തില്ല. നല്ല ചോദ്യം. വളച്ചു കെട്ടി എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. കാര്യം സുധിച്ചേട്ടൻ പോയതിനു ശേഷം നമ്മളവരെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് അവര് ഇപ്പോൾ ഇതിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളല്ലല്ലോ അതിന്റെ റെസ്പോൺസിബിൾ. കാര്യം അവരുടെ കാര്യങ്ങൾ അവർ എങ്ങനെ ചെയ്തു. ഇപ്പോൾ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് ഉയർച്ചയെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അതിനുശേഷം ജോലിയെല്ലാം നോക്കിയിരുന്നതാണ്. ജോലി കൊടുക്കാനുള്ള പല ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തിരുന്നു. രേണു തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മൾ വേണ്ടെന്ന് വെച്ച്. പല സ്ഥലങ്ങളിലും നമ്മൾ ജോലി ഓഫറിംഗ് ഉള്ള പരിപാടി ഒരുപാട് പേര് നമ്മളെ സമീപിക്കാറുണ്ട്. ചിലപ്പോൾ ഇമോഷന്റെ പുറത്ത് പറയണമായിരിക്കും ചിലവർ. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഒരു ജോലിയുണ്ട്, നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, വേണേൽ പോകാം. അവർ പറയും അത് ശരിയാവില്ല. പിന്നെ അധികം ഇൻട്രസ്റ്റ് എടുക്കാത്തതുകൊണ്ട് ഞാൻ വിട്ടു. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ. ഓൾറെഡി ഫ്ലവേഴ്സുകാർ തന്നെ രേണുവിന് പല ജോലികളും അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെ. രേണു ഈ ദാസൻ കോഴിക്കോടുമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഇടയുണ്ടായ സാഹചര്യം, അതിനുശേഷം ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചപ്പം രേണു പറഞ്ഞൊരു കാര്യം, കുടുംബം നോക്കണ്ടേ, കുട്ടികൾ നോക്കണ്ടേ, വീട്ടിൽ തന്നെ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു കാര്യം. അങ്ങനെ വയറ് നിറയ്ക്കാനും വയറ്റിപ്പഴപ്പിനും വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് വരികയും വീഡിയോ ചെയ്ത് ആൽബത്തിൽ അഭിനയിക്കാനായിട്ട് വന്നതെന്നാണ് രേണു സൂതി പറഞ്ഞത്. എന്നാൽ ഈ മരണത്തിന് ശേഷം അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള ആ മക്കളെയും വീടും നോക്കാൻ പാകത്തിലുള്ള ജോലിയെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഇവരുടെ സൈഡിൽ നിന്നും കോ ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്നും എല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം തെറ്റി മാറ്റിയിട്ടാണ് രേണു ഈ ഒരു അവസരം എന്താണെന്ന് ചൂസ് ചെയ്തത്. ഈ ഒരു സൈബർ ബുള്ളിങ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസരം ചൂസ് ചെയ്തത്. അപ്പം ചൂസ് ചെയ്തതിന്റെ ഞാൻ ഇത് പറയാനുള്ള കാരണം, ഒന്നാമത്തെ കാര്യം വയറ്റിപ്പഴപ്പല്ല, ആഗ്രഹമാണ്. അത്രേ ഉള്ളൂ. ആ ആഗ്രഹമാണ്. അത് അങ്ങനെ തന്നെ പറയണം. അല്ലാതെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നതെന്ന് പറയരുത്. ആഗ്രഹത്തിന്റെ പുറത്ത് ആഗ്രഹം മൂത്തിട്ടാണ് ഇതിലേക്ക് വന്നത്. അത് തന്നെ, അത് ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും അത് ചോദ്യം ചെയ്യത്തില്ല കേട്ടോ. പക്ഷേ രേണു അങ്ങനെ പറയത്തില്ല. വയറ്റിപ്പഴപ്പെന്നേ പറയത്തില്ല. എന്നാലല്ലേ എന്തോ പറ്റും, ഒരുപാട് സിമ്പതി കിട്ടും, ഒരുപാട് അനുകമ്പ കിട്ടും, ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടും. അത്രയല്ലേ ഉള്ളൂ. അത് തന്നെ. ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല. ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ആ സമയത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേറെ കണ്ടു കാണും. ആ സമയത്ത് പറയണ്ട, എൻ്റെ അടുത്ത് കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവാണ്, എന്തെങ്കിലും വേറെ എക്സ്ട്രാ കമ്പ്യൂട്ടർ എന്തെങ്കിലും ചെയ്യണം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴ്സ് എന്തൊക്കെയോ ചെയ്തിരുന്നു ആ സമയത്ത്. പിന്നെ ഗവൺമെൻറ് തന്നെ ഓഫർ ഒക്കെ വന്നിരുന്നു എന്തൊക്കെയോ. പക്ഷെ അത് ആയി വരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും. അപ്പോൾ രേണു ജീവിക്കാൻ എന്തെങ്കിലും പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ രേണു അതിൽ എക്സ്പ്ലോർ ചെയ്തു ആണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരാൾ വർക്ക് ചെയ്യണോ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനം അവരല്ല, നമുക്ക് അതിനകത്തൊരു കൺട്രോൾ ഇല്ല. അപ്പോൾ പലപ്പോഴും അത്രേ ഉള്ളൂ, നമുക്ക് ആർക്കും അതിനകത്തൊരു കൺട്രോൾ ഇല്ല. രേണു എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടി. അതിനകത്ത് രേണു നല്ല സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നിന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോഴത്തേന് നമുക്കിടയിൽ വന്ന നെഗറ്റിവിറ്റികളെല്ലാം താങ്കളുടെ പോസിറ്റീവ് ആണെന്നും ആ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെല്ലാം എന്നിൽ ഇഷ്ടം കൊണ്ട് നെഗറ്റീവ് പറയുന്നതാണെന്നും എന്നെ ഒരാൾ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേന് അതെന്റെ ഗ്ലാമർ കണ്ട് നോക്കുന്നതാണെന്നും തെറ്റായി ചിത്രീകരിച്ച് അല്ലെങ്കിൽ ആ ഒരു വീക്ഷണ കോണത്തിൽ കൂടെ മാത്രം കണ്ടിട്ട് ഇപ്പം മുന്നിലേക്ക് വന്നിരുന്ന വ്യക്തി അങ്ങനെ പോയി എന്താ പറ്റിയെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പ്രോപ്പറായിട്ട് അടുത്തൊരു വർക്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. നിലവിൽ രേണു സുധിയെ സംബന്ധിച്ച് യൂട്യൂബിനകത്ത് വ്യക്തമായിട്ട് ഇപ്പോൾ വീഡിയോസ് ഇടുന്നില്ല. കാരണം സെലിബ്രിറ്റി ലെവലിലേക്കൊക്കെ ഉയർന്നതിന് ശേഷം യൂട്യൂബ് ഒക്കെ എടുത്തങ്ങ് മാറ്റി, ഫേസ്ബുക്ക് ഒക്കെ ആരാണ്ട് അടിച്ചോണ്ട് പോയി എന്ന് പറയുന്നിട്ട്. ഇനി ഇപ്പം ജീവിക്കാനുള്ള മെയിൻ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ എക്സ്ക്ലൂസീവ് ആയിരിക്കും ഇനി മെയിനായിട്ട് ജീവിക്കാനുള്ളൊരു കാര്യം. കയ്യിലിരിപ്പം പ്രോപ്പർ അല്ലാത്തത് കൊണ്ടും ജനങ്ങൾക്കിടയിലേക്ക് മാനിപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടും ഈവൻ ഇപ്പം ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇട്ടത് ഉൾപ്പെടെ മാനിപ്പുലേഷന്റെ പരിപാടിയും സഹതാപം പിടിച്ചു പറ്റാനും ഈ ഒരു തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങൾ കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ജനങ്ങൾക്ക് കാണുന്നവർക്കെല്ലാം മനസ്സിലായി. ഒരു മെജോറിറ്റി ജനങ്ങൾക്ക് മനസ്സിലായി. പിന്നെ വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്തവർക്ക് മാത്രം ഇപ്പോഴും ആ ഒരു വെളിച്ചം ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അത്രേ ഉള്ളൂ. അല്ലാത്തവർക്കല്ല ഇത് പ്രോപ്പറായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് രേണുവിൻ്റെ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുള്ള ഒരു ഡൗണ്. വ്യക്തമായി ക്യാമറകളൊന്നും അറ്റൻഷൻ കിട്ടുന്നില്ല, ആരോടും ഒന്നും ചോദിക്കാനും എടുക്കാനൊന്നും പറയുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നു, റീൽസ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ആകെ കൂടി പറ്റുന്ന റീച്ച് എന്താണെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരുടെ വീഡിയോസ് കമന്റ് പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അവർക്കെതിരെ റിയാക്ട് ചെയ്യുക, സംസാരിക്കുക. ഇപ്പോൾ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് സുധിച്ചേട്ടനെ കൊണ്ടുവന്നിരിക്കുന്നു. ഇതെല്ലാം ജനങ്ങൾക്കിടയിലേക്ക് റീച്ച് പോകുന്നൊരു കാര്യമാണെന്ന് രേണുവിന് വ്യക്തമായിട്ട് മനസ്സിലായി. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.